എവിടെ അഷ്ടാംഗയോഗം അവസാനിക്കുന്നോ അവിടെ കുണ്ഡലിനി യോഗം ആരംഭിക്കുന്നു. സിന്ദൂരാരുണവിഗ്രഹം ത്രിനയനം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതിം സൗമ്യാരത്നഘടസ്ഥരക്തചരണം ധ്യായേത് പരാമംബികാം. ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ആപോ ജ്യോതിരസോമൃതം ബ്രഹ്മഭുർഭുവസ്വരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുചരണകമലേഭ്യോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം 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 റാം. പരമേശ്വരന്മാരെ, ഇന്നലെ നമ്മൾ പറഞ്ഞതിന് തുടർച്ചയായി നമുക്കല്പം കുണ്ഡലിനി യോഗത്തെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കാം. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തൊരു വിഷയമാണ് അത്. കേവലം നമ്മുടെ വിചാരവികാരങ്ങളായ കാമം, ക്രോധം, ലോഭം, പ്രേമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എത്ര വിശദീകരിക്കാൻ ശ്രമിച്ചാലും മനസ്സിലാവാറില്ലല്ലോ. ഉണ്ടോ? അനുഭവിച്ചാൽ മനസ്സിലാവും. അതിനേക്കാൾ എത്രയോ അഗാധമായ, കാരണം ഇത്ര വികാര വിചാരങ്ങളുടെയൊക്കെ ഉത്പത്തി സ്ഥാനമായ മഹാകുണ്ഡലിനി, ആ തരംഗങ്ങളെല്ലാം എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, ആ സ്ഥലത്തെ പറ്റി എന്തു പറഞ്ഞാലാ മനസ്സിലാവുക? ബോധത്തെപ്പറ്റി പറഞ്ഞാൽ ഒട്ടും ബോധ്യമാകാത്ത പോലെ തന്നെ ഈ കുണ്ഡലിനിയെ പറ്റി എത്ര പറയാൻ ശ്രമിച്ചാലും അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷെ അനുഭൂതിയുള്ളവനോ അവൻ അല്പം സ്വല്പമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ ആഴത്തിൽ അത് ഉണർന്നു കഴിഞ്ഞാൽ പിന്നൊന്നും പറയാറില്ല. ആഴത്തിൽ അനുഭവിച്ചവന് മൗനമാണ് സ്ഥിതി. മനസ്സിനെ പറ്റിയുള്ള പഠനമാണ്. മനസ്സെന്ന് വെച്ചാൽ വ്യക്തി മനസ്സെന്ന് മാത്രമല്ല, ഈ വിശ്വ മനസ്സിനെ പറ്റിയുള്ള സമ്പൂർണ്ണ പഠനമാണ് കുണ്ഡലിനി. അതിൻ്റെ അടിസ്ഥാനം ഒരു ശ്ലോകമുണ്ട്. സുഷുമ്നാന്തർഗതം വിശ്വം തസ്മിൻ സർവം പ്രതിഷ്ഠിതം. സുഷുമ്ന ഇവിടെ അന്തർഗതത്തിൽ, സുഷുമ്നയ്ക്കകത്താണ് ഈ പ്രപഞ്ചം, നമ്മൾ അനുഭവിക്കുന്ന സർവ്വ പ്രപഞ്ചവും സുഷുമ്നയ്ക്കുള്ളിലാണ്. ഈ വിശ്വം അതിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. എന്താ സുഷുമ്ന? സ്പൈനൽ കോഡ് എന്നൊക്കെ ഇന്ന് പറയും. പക്ഷെ അത് ഫിസിക്കലാണ്. ഇത് അതിൻ്റെ ഉള്ളിലുള്ള അതിസൂക്ഷ്മ നാഡിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, സുഷുമ്നയെ പറ്റി. അപ്പോൾ സുഷുമ്നയെ പറ്റി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിനെ സാമാന്യഗതിയിൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. മനസ്സൊന്നേ ഉള്ളൂ. അത് വ്യക്തി മനസ്സെന്നും വിശ്വ മനസ്സെന്നും രണ്ടായി തിരിച്ച് പറയാറുണ്ട്. പക്ഷേ വ്യക്തി മനസ്സെന്ന് പറഞ്ഞാൽ വിശ്വ മനസ്സിൻ്റെ കണിക തന്നെയാണ്. അതിൽ നിന്ന് യാതൊരു ഭേദവും ഇല്ല. ഈ വ്യക്തി മനസ്സിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ 4 അവസ്ഥകളെ പറ്റി പറയാറുണ്ട്, ഇല്ലേ? നമ്മളെല്ലാവരും അനുഭവിക്കുന്ന 4 അവസ്ഥകൾ. ഒന്ന് ജാഗ്രത്, ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഒന്ന് സ്വപ്നം എല്ലാവർക്കും അറിയാമല്ലോ. 3 സുഷുപ്തി. 4 തുരീയം, 4ാമത്തെ അവസ്ഥ. ഇങ്ങനെ 4 അവസ്ഥകളെ പറ്റി പറയാറുണ്ട്. ഇന്ന് കുണ്ഡലിനി മാർഗത്തിൽ വരുമ്പോൾ ഇച്ചിരി ആഴത്തിൽ മനസ്സിലാക്കാം. നമ്മുടെ മനസ്സിനെ 4ആയി തിരിച്ചിരിക്കുന്നു.
അബോധ മനസ്സ്, അർദ്ധബോധ മനസ്സ്, ബോധമനസ്സ്, അതീത മനസ്സ്, ഇങ്ങനെ 4ആയിട്ട് മനസ്സിനെ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇതുപോലുള്ള മുറിച്ചുള്ള പഠനമാണ്. ഇങ്ങനൊരു മനസ്സൊന്നുമില്ല, ആകെ മൊത്തം ഒന്നേ ഉള്ളൂ. ഞാൻ മുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിരിക്കുന്ന വിധത്തെയാണ് ഞാൻ പരിചയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അബോധ മനസ്സെന്ന് വെച്ചാൽ എന്താ? അന്ധകാര നിബിഡമായ 7 ലോകങ്ങളും പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. അതല, വിതല, സുതല, ആദി പാതാളം വരെയുള്ള അധോലോകങ്ങൾ സാമാന്യഗതിയിൽ ദൃശ്യമല്ലാത്ത, അനുഭവിക്കാൻ സാധ്യമല്ലാത്ത പല ഊർജങ്ങളും കുടികൊള്ളുന്നിടം. ആ അബോധ മനസ്സിന്റെ അന്തരാളങ്ങളിലാണ് അവ സ്ഥിതി ചെയ്യുന്നത്. ചിലർക്കൊക്കെ ചില പ്രത്യേക സവിശേഷ സിദ്ധികളോ ചില അഭ്യാസങ്ങളോ മൂലം ഇതൊക്കെ അനുഭവിക്കാറുണ്ട്. ചിലർ പറഞ്ഞില്ലേ, ഞാൻ ഇന്നതിനെ കണ്ടു, ഭൂതത്തെ കണ്ടു, പ്രേതത്തെ കണ്ടു, ഇല്ലേ? ചിലതൊക്കെ പറയാറില്ലേ? അവർ ഈ അബോധ മനസ്സിന്റെ എവിടേക്കോ, അത്യഗാധമാണ് കേട്ടോ, അതിലെവിടേക്കോ അവരുടെ ഈ മനസ്സിൽ സ്പർശം അവർക്കുണ്ടായി. അവരുടെ ബോധത്തിന് സ്പർശം ഉണ്ടായത് കൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ അവർ കാണുന്നത്. മറ്റുള്ളവർ പറയും, ഹേ, അന്ധവിശ്വാസം. അനുഭവമുള്ളവനോ മനഃശാസ്ത്രം എന്ത് പറയും? ഇതൊക്കെ മാനസിക പ്രശ്നങ്ങളാണെന്ന് പറയും, ഇല്ലേ? കാരണം അബോധ മനസ്സിനെ സ്പർശിക്കാറില്ല മനഃശാസ്ത്രം. ഇന്നത്തെ പഠനങ്ങളൊന്നും അതിനെ സ്പർശിക്കാറില്ല. അത് താന്ത്രികന്റെ ലോകമാണ്. തന്ത്രലോകം വളരെ ആഴങ്ങളിലേക്കുള്ള തന്ത്രലോകമാണ്. അതിനെപ്പറ്റി പറയാനോ അതിനെപ്പറ്റി മനസ്സിലാക്കാനോ ഒക്കെ അത്യധികം ബുദ്ധിമുട്ടാണ്. അഘോര സാധനങ്ങളൊക്കെ അങ്ങോട്ടാണ് നമ്മൾ ചെയ്യുക, ആ ലോകത്തേക്കാണ് പോവുക. അതിന് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് അർദ്ധബോധ മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ്, അത് നമുക്കറിയാമല്ലോ. അത് നമുക്ക് ദേഷ്യം വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വികാരങ്ങളൊക്കെ വളരെ തീക്ഷ്ണമായിട്ടുള്ള പൊങ്ങി വരുമ്പോൾ അറിയാം, വയറ്റിൽ നിന്നൊരു ആളല് മേലോട്ട് വരും. പെട്ടെന്ന് നമ്മളത് ഗ്രസിക്കും. ബോധ മനസ്സൊക്കെ കേട്ട് നമ്മളൊരു രാക്ഷസീയ ഭാവം പൂണ്ടുന്ന അവസ്ഥയൊക്കെ നമുക്കുണ്ടാവാറില്ലേ? അതിൻ്റെ അവസ്ഥ എന്താണ്? അർദ്ധബോധ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങൾ നമ്മളിലേക്ക് ഉണർന്നു വന്നിരിക്കുന്നു, എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഉണർന്നു വന്നിരിക്കുന്നവയാണ് ഇവയൊക്കെ, അല്ലേ? നമ്മൾ അനുഭവിക്കാറുണ്ട്. ഇതൊരു തരം സ്വപ്നാവസ്ഥ, വിഭ്രമാവസ്ഥയാണ്. അപ്പൊ ആദ്യം പറഞ്ഞ അബോധ മനസ്സ് സുഷുപ്തിയുടെ അവസ്ഥയാണ്, അതിഗഹനമായ സുഷുപ്തി. ഇതോ സ്വപ്നം. അർത്ഥബോധ മനസ്സെന്ന് പറഞ്ഞാൽ സ്വപ്നാവസ്ഥയാണ്, നമ്മൾ അനുഭവിക്കാറുണ്ട്. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ നമ്മൾ സ്വപ്നത്തിലാണ്, ഒരു സ്വപ്നാടനമാണ് നമ്മൾ നടക്കുന്നത്. എന്നാൽ ബോധമനസ്സ് എന്നൊരു തലം, ബോധമനസ്സെന്ന് വെച്ചാൽ എവിടെയാ? നമ്മുടെ വിശുദ്ധി ചക്രവും അനാഹത ചക്രവും ചേർന്ന സ്ഥലം എന്ന് പറയാം. അബോധ മനസ്സ് മൂലാധാരത്തിന് താഴെങ്കിൽ സ്വാധിഷ്ഠാന മണിപൂര ചക്രങ്ങളാവുന്ന അവസ്ഥകളിലാണ് അർദ്ധബോധ മനസ്സ്. നമുക്ക് വയറ്റിൽ നിന്നില്ലേ അഡ്രിനാലിൻ പമ്പിംഗ് ഒക്കെ വരുമ്പോൾ പൊങ്ങി വരുന്ന പോലെ അനുഭവിക്കുന്നത്, ഇല്ലേ? ദേഷ്യമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് വയറ്റിൽ എന്തോ കാളിക്കയറുന്ന പോലെ തോന്നില്ലേ? അപ്പോൾ പറയും കിഡ്നിയുടെ മുകളിൽ നിന്നുള്ള ഗ്ലാൻഡിൽ നിന്നും അഡ്രിനാലിൻ ഉത്പാദിപ്പിച്ചെന്നൊക്കെ പറയും പുതിയ ലോകത്ത്. അപ്പൊ അതിന്റെ അനുഭവം നമുക്ക് ഈ പറഞ്ഞ ചക്രങ്ങളിലാണ് ഉണ്ടാവുന്നത്. ഇനി ഉയർന്ന തലത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോഴും ബോധമനസ്സ് എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും വാക്ക് നമ്മളുടെ സാമാന്യ ലോകത്തിൽ ജീവിക്കുന്ന മനസ്സതാണല്ലോ. ഞാനൊരു വ്യക്തിയാണെന്നും ഇന്നതാണ് എൻ്റെ പേരെന്നും ഇന്നതാണ് എൻ്റെ കുലമെന്നും ജാതിയെന്നും ഇന്ന ആൾക്കാരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഇതൊക്കെ എൻ്റെ അച്ഛന അമ്മ, ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ നമ്മളെ ദൃഢമാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയാണ് നമ്മളുടെ ബോധമനസ്സ്. ഇതാണ് വേക്ക്ഫുൾ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്, ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറയും. ഇപ്പോൾ ഈ സ്ഥിതിയിൽ ഒരു യാഥാർത്ഥ്യ ബോധത്തോട് ജീവിക്കേണ്ട അവസ്ഥയാണ് ബോധമനസ്സ്. ഇതിന് ഉയർന്ന തലത്തിൽ ആജ്ഞാചക്രം, ബിന്ദുവിസർഗം, സഹസാര പത്മമൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഭാഗത്തെയാണ് സൂപ്പർ കോൺഷ്യസ് മൈൻഡ്, അവബോധ മനസ്സെന്ന് പറയാം. അവബോധം, ഉയർന്ന തലത്തിലുള്ള ബോധം നിൽക്കുന്നു. അവിടെ എത്തുമ്പോൾ എന്താണ്? ഈ വിശ്വം എന്നിലുണ്ടായി മറയുന്ന, ഇതിനൊക്കെ സാക്ഷിയായിരിക്കുന്ന കേവല ബോധമാണ് എന്ന് എനിക്ക് തെളിഞ്ഞ് മനസ്സിലാവാൻ തുടങ്ങും. ഇതെല്ലാം ഞാനുണ്ടെങ്കിലേ ഈ പ്രപഞ്ചമുള്ളൂ, ഞാനില്ലേ പ്രപഞ്ചമില്ല. പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ അല്ലാതെ നമുക്ക് ഈ പ്രപഞ്ചത്തെപ്പറ്റി യാതൊന്നും ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിന് പ്രപഞ്ചം, അതായത് പഞ്ചഭൂതങ്ങളിൽ ഉളവായതുകൊണ്ട് പ്രപഞ്ചമെന്നും, പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ ഇവയൊക്കെ ഗ്രഹിക്കുന്നതുകൊണ്ട് ഇവയെല്ലാം ഇന്ദ്രിയജ്ഞാനം എന്നും വിളിക്കുന്നു.
എന്നെപ്പറ്റിയുള്ള അറിവ് ഗ്രഹിക്കാൻ ഇന്ദ്രിയങ്ങളുടെ ആവശ്യമില്ല. എനിക്കറിയാം, ഞാൻ ഉണ്ട്, ഇല്ലേ? അയാം, അഹം. അഹത്തെപ്പറ്റിയുള്ള അറിവിനെ ജ്ഞാനമെന്നും ഇതം, ഈ പറയുന്ന വിഷയങ്ങളെപ്പറ്റിയുള്ള ഈ അറിവിനെ വിജ്ഞാനമെന്നും വിളിക്കുന്നു. ഇതം എന്ന് വെച്ചാൽ ഈ ലോകം, അഹം എന്ന് വെച്ചാൽ ഞാൻ. ഇതിൻ്റെയൊക്കെ ആധാരഭൂതമായിരിക്കുന്ന എന്നെ പറ്റിയുള്ള അറിവാണ് ഉയർന്ന തലത്തിലുള്ള അവബോധത്തിൽ ഉണ്ടായി വരുന്നത്. ഇതിലേക്കാണ് സർവ്വശ്രമങ്ങളും. ഇതൊക്കെ പുസ്തകം വായിച്ചോ മറ്റു രീതിയിലൊന്നും അറിയാൻ സാധ്യമല്ല. അനുഭൂതി കൂടെ തന്നെ അറിയേണ്ടി വരും. പക്ഷേ ഇത് അനുഭൂതി നമുക്ക് ഉണ്ടായിരുന്നതല്ലേ? ഗർഭാവസ്ഥയിലായിരുന്നപ്പോൾ, അതായത് അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യമുണ്ടായിരുന്നു. ജനനം നടന്നപ്പോൾ നമ്മുടെ സുഷുമ്നാ നാഡിയിൽ നിന്നും മൂലാധാരവും ഈ അബോധ മനസ്സും അവബോധ മനസ്സും ബന്ധിപ്പിച്ചിട്ടൊരു ചരട് പൊട്ടിപ്പോയി. അതായത് സുഷുമ്നാ നാഡിയുടെ നടുക്കൂടെ ഒരു രന്ധ്രം, ഒരു കുഴൽ പോലെ രൂപപ്പെട്ടു. കാരണം എന്താ? ആ നടുക്കുള്ള ഭാഗം പതിയെ അടർന്ന് താഴെപ്പോയി 3.5 ചുറ്റായി ചുരുണ്ട് കിടക്കുക. ഇതിൻ്റെ പേരാണ് കുണ്ഡലിനി. ഈ ചരടിനെ വീണ്ടും വലിച്ചു കെട്ടുക, അല്ലെങ്കിൽ ഈ വയറ് കണക്ട് ചെയ്യാന്ന് മാത്രം. ഉയർന്ന തലവും താഴ്ന്ന തലവും പരസ്പരം കണക്ട് ചെയ്യുന്ന സാധനമാണ് ഈ കുണ്ഡലിനി. മനസ്സിന്റെ താഴെയുള്ള അവസ്ഥയിൽ നിന്നും അതിനെ ഉത്ഥാനം ചെയ്ത് മുകളിലുള്ള സഹസ്രാര പത്മത്തെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുക. ഇതാണ് കുണ്ഡലിനി ഉത്ഥാനത്തിന്റെ സരള ഭാഷയിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഇതെപ്പോഴാണ് നമ്മളിത് മുറിഞ്ഞു പോയത്? ജനനകാലത്ത്. പതുക്കെ 14 വയസ്സായപ്പോഴത്തേക്ക് നമ്മളിൽ മറ്റ് ഭൗതിക വികാരങ്ങൾ ഉണർന്നു വരാനും കാരണം ഇതുകൊണ്ട് തന്നെയാണ്. ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ലോകം നമ്മളിൽ ആവേശിക്കപ്പെട്ടു. ലോകമാകുന്ന ഭൂതം നമ്മളെ ആവേശിച്ച് 14 വയസ്സ് തൊട്ടപ്പോഴല്ലേ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് ലോകം നമ്മളിൽ വർദ്ധിക്കുകയും ബോധം നമ്മളിൽ കുറഞ്ഞു വരികയും ചെയ്തു. ഇതിൻ്റെ ഫലമായി ഇന്ന് കാണുന്ന ദുഃഖങ്ങളെല്ലാം. ഇതിൻ്റെ പരിഹാരം എന്താ? ഈ ഭവരോഗത്തെ, ഈ ലോകമാകുന്ന രോഗത്തെ നമ്മൾ ഇന്ന് ഉന്മൂലനം ചെയ്യണം. അതിനുള്ള മാർഗമാണ് കുണ്ഡലിനി ഉത്ഥാനം. വളരെ എളുപ്പമാണോ? വളരെ കഠിനമായൊരു പദ്ധതിയാണ്. യോഗമാർഗത്തിൽ എന്താ പറയുക? അഷ്ടാംഗ യോഗത്തിൽ പറയുന്നുണ്ട്, യമനിയമാദികൾ പാലിച്ച് ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. സമാധി എന്ന് വെച്ചാൽ എന്താ? സമസ്ഥിതി. മനസ്സിന്റെ സമനിലയെത്തിയ അവസ്ഥ വരുമ്പോൾ കുണ്ഡലിനി ഉത്ഥാനത്തിന് പര്യാപ്തമാകും. എവിടെ അഷ്ടാംഗയോഗം അവസാനിക്കുന്നോ അവിടെ കുണ്ഡലിനി യോഗം ആരംഭിക്കുന്നു. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ വിഷയത്തെപ്പറ്റി? ഇതിൽ ചക്രശുദ്ധിയും നാഡീശുദ്ധിയും കുണ്ഡലിനി ഉത്ഥാനവും ഒക്കെ അടങ്ങുന്നു. ഇതിൽ സ്വയം ചെയ്യാവുന്ന കുറേ അഭ്യാസമുണ്ട്. പക്ഷെ അതിന് മുകളിലുള്ള തലം, ഈ അവബോധ തലത്തിലേക്ക് ഗുരുവിൻ്റെ സഹായമില്ലാതെ ആർക്കും കിടക്കാൻ പറ്റുകയല്ല. മറ്റു ചക്രങ്ങളിലൊക്കെ നമുക്ക് കുറേ സാധനാദി വിശേഷങ്ങളിലൊക്കെ എത്തിപ്പെടാം. പക്ഷേ പലപ്പോഴും അപകടകരമായി മാറുകയാണ് ചെയ്യാറുള്ളത്. കാരണം മനസ്സിൻ്റെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സാധനമില്ലേ, അത് ഏത് ലോകത്തിലേക്ക് കടന്നു പോകും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏത് തലത്തിൽ മനസ്സിൽ നിന്നിരിക്കുന്നോ അതായിരിക്കും നമുക്ക് വരുന്ന അനുഭവം. യദ്ഭാവം തദ്ഭവതി. എനിക്ക് എന്താണോ എൻ്റെ മനസ്സിലിരിക്കുന്നത് അതനുസരിച്ച് എനിക്ക് ലോകം കാണപ്പെടുന്നത്. ദ വേൾഡ് ഈസ് യുവർ പെർസെപ്ഷൻ എന്ന് പറയത്തില്ലേ? ഈ ലോകമായി കാണപ്പെടുന്നതൊക്കെ നിന്റെ ധാരണകളാണ്. അതുകൊണ്ട് ആ ധാരണകളെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകുക, ശുദ്ധ വിചാരങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ ഈ സാധനക്കുള്ള നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ള മാർഗങ്ങൾ പലതുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ദ്വൈതഭാവത്തെ അദ്വൈതമാക്കി മാറ്റുക വേദാന്തത്തിൻ്റെ പരമകാഷ്ഠ. ശക്തിയും ശിവനും സംഗമിക്കുക എന്നാണ് കുണ്ഡലിനി ഭാഷയിൽ പറയുക. ഇന്നിലെ ഞാനെന്ന ബോധം ശുദ്ധമായിരിക്കുമ്പോൾ അതിൻ്റെ പേരെന്താ? ശിവം. എന്നിലെ ശുദ്ധബോധം പിങ്കളാനാടിയായി മാറുമ്പോൾ അതിൻ്റെ പേര് ശിവ. ശിവൻ എന്നും വിളിക്കും പുരുഷഭാവത്തിൽ. പിൻ പ്രത്യയം ചേർത്ത് ശിവൻ എന്ന് നമ്മൾ വിളിക്കും. അതേ ശിവൻ ശിവയായി ഇടാനാടിയായി മാറും. ശിവനും ശിവയും ചേർന്നുള്ള കളി മൂലാധാരത്തിൽ നിന്നും ചക്രങ്ങളിലൂടെ കറങ്ങി വികാരവിചാരങ്ങളായി സഹസ്രാരത്തിൽ ചെന്ന് ഈ ലോകത്തെ ഉൽപ്പാദിപ്പിച്ച് ഈ ലോകലീലയാടുന്ന ആ ശിവശക്തികൾ
എന്നിലുണ്ട്. അതിൽ നിന്ന് പതുക്കെ ഇവ രണ്ടിനെയും ശിവം എന്ന തത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. സുഷുമ്നാ നാഡിയിലൂടെ ബോധസഞ്ചാരം, ബോധസ്ഫുരണം ഉണ്ടാവുമ്പോൾ, ബോധത്തിൻ്റെ ഒഴുക്കുണ്ടാവുമ്പോൾ മനസ്സ് അവബോധ തലത്തിലേക്ക് ഉയരും. ആ മനസ്സ് പതിയെ പതിയെ ഓംകാര ശബ്ദം ആദിസ്പന്ദത്തിലേക്ക് ലയിച്ചില്ലാണ്ടാവും. പതിയെ പതിയെ മൗനമാകും. ആ മൗനാവസ്ഥ തന്നെയാണ് കുണ്ഡലിനി ഉത്ഥാനത്തിൻ്റെ പരമാവസ്ഥ. കേവല മൗനം. ഈ പോകുന്ന വഴിയിൽ ഓരോ ചക്രങ്ങളിലും ഓരോ സിദ്ധികൾ ഉയർന്നു വരും. മനസ്സിൻ്റെ വിവിധങ്ങളായ സിദ്ധികളൊക്കെ ഉയർന്നു വരും. അവയെല്ലാം മറികടന്ന് വേണം ഈ മൗനത്തെ പ്രാപിക്കാൻ. അതിനുവേണ്ടിയുള്ള ശ്രമം സദാ തുടർന്നുകൊണ്ടിരിക്കുക. സാധനങ്ങൾ എന്തൊക്കെ ചെയ്താലും കേവലം ഗുരുകൃപയല്ലാതെ ഇതിന് വേറെ മാർഗമൊന്നുമില്ല. അതാണ് പരമമായ അറിവ് എന്നെ സംബന്ധിച്ചിടത്തോളം.